മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു തീരാ നഷ്ടങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ശ്രീനിവാസിന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ശ്രീനിവാസിനെ പോലുള്ള അതുല്യ പ്രതിഭയെ മലയാള സിനിമയിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ് സത്യം. തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും. തന്റെ വ്യത്യസ്തകരമായ ഇന്റർവ്യൂയിലൂടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ധ്യാൻ ശ്രീനിവാസന് വലിയ രൂപത്തിലുള്ള ആരാധകരുണ്ടായിരുന്നു. അച്ഛനെ പറ്റിയുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ്. വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും സോഷ്യൽ മീഡിയയിലും മലയാളികൾക്കും എല്ലാം വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തിനെ നഷ്ടമായ സങ്കടത്തിലാണ് സത്യൻ അന്തിക്കാട്. ശ്രീനിവാസന്റെ കുടുംബം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും. ശ്രീനി പോയെന്നറിഞ്ഞപ്പോൾ കുടുംബവുമായി അദ്ദേഹം കാണാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടൗൺ ഹാളിൽ പൊതുദർശന സമയത്തും വിമല ടീച്ചറോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെക്കാൾ കൂടുതൽ കാലം ഒന്നിച്ച് താമസിച്ചവരാണ് ഞങ്ങൾ. ഒരു കാലത്തെ എൻ്റെ കാറിൽ ഞാനും ശ്രീനിയും കേരളം മുഴുവൻ യാത്രയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പല കഥകളും പിറന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നസെന്റ്, KPC ലളിത, മാമുക്കോയ, സുകുമാരി ഈ ലിസ്റ്റിലേക്ക് ഒടുവിൽ ശ്രീനിയും എത്തിച്ചേർന്നു. അത്രമേൽ സത്യനന്ദിക്കാട് ചേർന്നു വെച്ചവരെല്ലാം തന്നെ ഇവരെല്ലാവരും. സന്ദേശം പോലൊരു സിനിമ ചെയ്യാനുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. ഇനി അത് നടക്കില്ലല്ലോ എന്ന വേദനയോടെ സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു. വിനീതിനെയും ധ്യാനിയെയും പോലെ തന്നെ വികാരത്തിൽ തന്നെയാണ് സത്യനന്ദിക്കാടും സംസാരിച്ചത്. ശ്രീനിയെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോകുന്നതും കണ്ണ് തുടച്ച് നടക്കുന്നതുമെല്ലാം തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമായി ശ്രീനി ചിതയിലേക്ക് വെച്ചപ്പോഴും അരികത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ധ്യാൻ അച്ഛൻ്റെ പേനയും പേപ്പറും ചിതയിൽ വെക്കണമെന്ന് പറഞ്ഞത്. പേനയും പേപ്പറും കയ്യിൽ കിട്ടിയപ്പോൾ അത് നേരെ കൊടുത്ത് സത്യനന്ദിക്കാടിന്റെ കയ്യിലാണ്. അങ്കിൾ എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞു. വിറയ്ക്കുന്ന കൈകൾ പ്രിയപ്പെട്ട ശ്രീനിക്ക് വേണ്ടി ഒരു വരിയായിരുന്നു സത്യനന്ദിക്കാട് കുറിച്ചത്. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഇത് അങ്കിൾ തന്നെ വെച്ചാൽ മതിയെന്നും ധ്യാൻ പറഞ്ഞു. പെട്ടെന്നാണ് ധ്യാൻ എന്നോട് ഇങ്ങനെയൊരു കാര്യത്തെ പറ്റി പറഞ്ഞത്. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ആ സമയത്ത് എന്തെഴുതണം എന്ന് എനിക്കറിയില്ലായിരുന്നു. നമുക്ക് വേണ്ടിയാണ്, കഥാപാത്രങ്ങൾ വേണ്ടിയും സംഭാഷണങ്ങൾ എഴുതും എന്നെ ശ്രീനി പഠിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ശ്രീനിയാണല്ലോ യാത്ര പോകുന്നത്. ശ്രീനിയാണ് കഥാപാത്രം. ആ നിമിഷത്തിൽ എല്ലാവർക്കും നന്മ നേരുകയല്ലാതെ വേറെന്താണ് പറയേണ്ടത്? ശ്രീനി ഇങ്ങനെ തന്നെയായിരിക്കും പറയുക എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. സന്ദർഭം അറിയാതെ ഇന്നേ വരെ ഒരു വരി പോലും ശ്രീനി എഴുതിയിട്ടില്ല എന്നായിരുന്നു സത്യനന്ദിക്കാട് പറഞ്ഞത്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷമായി തന്നെ ശ്രീനിയെ അനുസ്മരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വികാരഭാരത്തിൽ തന്നെയാണ് സത്യനന്ദിക്കാടും സംസാരിച്ചത്. ഈ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നെ ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ കരയുകയാണ്. എപ്പോഴാണ് പൊട്ടിപ്പോവുക എന്നെനിക്കറിയില്ല. പ്രായമായത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആവാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ എവിടെ വന്ന് ശ്രീനിയെ കാണും. വൈകുന്നേരം വരെ ഒന്നിച്ചിരുന്ന് കഥകളും തമാശകളും പറയാൻ ഞാൻ ഇരിക്കാറുണ്ട്. എത്താൻ വൈകിയാൽ ശ്രീനി എന്നോട് ചൂടാവുകയും ചെയ്യാറുണ്ട്. ശ്രീനിവാസിന്റെ വിയോഗം കുടുംബത്തെ മാത്രമല്ല സുഹൃത്തുക്കളെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ശ്രീനിവാസിന്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും എല്ലാം വികാരത്തിൽ നിൽക്കുന്ന ഓരോ രംഗങ്ങളും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണാറുള്ളതാണ്. ശ്രീനിവാസന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.